ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വാഴച്ചുണ്ട് തോരനാണ്. പയറും കൂടി ഇട്ട് വാഴച്ചുണ്ട് വെച്ചിട്ടുണ്ട്. പയർ ഒരു ഗ്ലാസ്, പിന്നെ അതിന് ചേർക്കാനുള്ള എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തേങ്ങ ഒരു മുറി, പച്ചമുളക് 3 വെളുത്തുള്ളി, കരിവേപ്പില, ഉപ്പ്, കടുക്, അതിന് ചേർക്കാനുള്ള മഞ്ഞൾപ്പൊടി, എണ്ണ. പയർ കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പയർ ഈ കുക്കറിനകത്തോട്ട് ഇടാം. വാഴച്ചുണ്ട് തോരൻ വെക്കാനായിട്ടുള്ളത് അരിഞ്ഞ് എണ്ണ വരട്ടി വെച്ചിട്ടുണ്ട്. കറയുള്ളത് നമ്മൾ എണ്ണ വരട്ടി വെക്കണം. ചിലർ വെള്ളത്തിനകത്ത് ഇട്ടെടുക്കും, അതായിരിക്കാം. ഈ കറ അന്നേരം നമ്മുടെ അങ്ങ് പോകും. ഇതിൻ്റെ പയർ വേവിച്ച് വെച്ചിട്ടുണ്ട്, ചെറുപയർ. തേങ്ങ ചതച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് പാത്രം ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിക്കാം. നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഇടാം. ഉള്ളിമുളക്, അതിൻ്റെ കൂടെ കരിവേപ്പില ഇടാം. നമുക്ക് അരപ്പിട്ട് കടുക് കൂട്ടിയിട്ടുണ്ട്, ഉള്ളി മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പാകുന്നുണ്ട്. ഇളക്കി കൊടുക്കാം. വാഴച്ചുണ്ട് അങ്ങോട്ട് ഇടാം. എണ്ണയൊക്കെ തട്ടി നല്ലപോലെ എണ്ണയൊക്കെ തട്ടിയിടാം. വെള്ളത്തിലിട്ടാൽ എടുത്തില്ല. ഇത് ഈ വാഴ അത് നമ്മളായി ഇത് പയർ അങ്ങോട്ട് ഇടാം. നമുക്ക് ഒരു സ്വല്പം ശകല മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് ചതയ്ക്കുന്നതാണ്. നമുക്കിതെല്ലാം കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നതെല്ലാം കൂടെ അടച്ചു വെക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് നോക്കാം. തോരൻ വെന്തോന്ന് നോക്കാം. നമുക്ക് തോരൻ ഇടട്ടെ. നമ്മൾ തോരൻ വെന്തിട്ടുണ്ട്. നമുക്ക് വാഴച്ചുണ്ടും ചെറുപയറും, വാഴച്ചുണ്ടും വൻപയറും തോരൻ വെക്കും, വാഴച്ചുണ്ടും ചെറുപയറും തോരൻ വെക്കും. വെന്തിട്ടുണ്ട്. നമുക്ക് ഈ ഉപ്പുണ്ടോയെന്ന് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഉപ്പും എല്ലാം പാകത്തിനുണ്ട്. നല്ല രുചിയാണ്. ഇനി നമുക്ക് ഈ പാത്രത്തിനകത്തോട്ട് മാറ്റാം. നമ്മുടെ വാഴച്ചുണ്ടും ചെറുപയറും കൂടെ തോരൻ റെഡിയായിട്ടുണ്ട്. എല്ലാം ഉണ്ട്. ഉപ്പും ഒക്കെ നോക്കി നല്ലതാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കണം. ഇത് വാഴച്ചുണ്ട് ഏറ്റവും ഗുണമുള്ള സാധനമാണ്. ഇന്നും നമ്മുടെ ഇവിടെയൊക്കെ വാഴച്ചുണ്ട് കിട്ടും. അങ്ങോട്ടൊക്കെ ദൂരോട്ടൊക്കെ പോയാൽ കിട്ടുകയില്ല. ഒരെണ്ണത്തിന് 30-40 രൂപയൊക്കെയാണ്. അതുകൊണ്ട് അത് മേടിച്ചാണെങ്കിലും വാഴച്ചുണ്ട് തോരൻ വെച്ച് എല്ലാവരും കൂട്ടണം. നല്ലതാണ്. വയറിനൊക്കെ നല്ലതാണ്, ശരീരത്തിനുമൊക്കെ നല്ലതാണ്. എല്ലാവരും ഇത് കാണണം, ഉണ്ടാക്കണം, ട്രൈ ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നാളെ ഞങ്ങൾ വേറൊരു ഐറ്റമായിട്ട് വരുന്നതായിരിക്കും. ബായ്.